everyone, welcome back to our channel Food and Beauty. Chinese noodles-ന്റെ ടേസ്റ്റിൽ നമുക്ക് ഇൻസ്റ്റന്റ് നൂഡിൽസ് വെച്ചിട്ട് എങ്ങനെയാണ് നൂഡിൽസ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ചൈനീസ് നൂഡിൽസിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ബട്ടറിൽ തന്നെ വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയെടുക്കണം. സോ ഞാനൊരു പീസ് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോലെ ഉരുകി വരുമ്പോൾ ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ കയ്യിൽ മഷ്റൂം ആണെങ്കിൽ മഷ്റൂം, ചിക്കൻ വേവിച്ചതുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ പീസുകൾ, അല്ല പ്രോൺസ് ആണെങ്കിൽ അത് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാൽക്കൂണാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വഴറ്റുക. ഇതുപോലെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു സമയത്ത് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ്സ് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് ആകുമ്പോൾ ഓൾറെഡി അതിന് ഉപ്പുണ്ടാവും. സോ നമുക്ക് ഈ പച്ചക്കറികൾക്ക് മാത്രമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് മതി, ധാരാളമാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം അത്യാവശ്യം അത് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊരു 1 പോട്ട് റെസിപ്പിയാണ്. സോ ഞാൻ ഈ ഒരു പോട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറി നല്ല ബട്ടറിൽ വഴറ്റി നല്ല സ്വാദിഷ്ടമായിട്ട് തന്നെ ഉള്ളതാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തു വയ്ക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പാനിൽ തന്നെയാണ് ഞാൻ നൂഡിൽസും കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നൂഡിൽസ് ഞാനിവിടെ ഫാമിലി പാക്ക് ആണ് എടുത്തിട്ടുള്ളത്, മാഗിയുടെ. അപ്പോൾ നമ്മുടെ ഈ പാനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഈ നൂഡിലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം മതി. നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലേക്ക് പാകമായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ മസാല ചേർക്കുന്നില്ല. ഒന്ന് കുക്കായതിന് ശേഷമാണ് മസാല ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചൈനീസ് നൂഡിൽസിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സോയാ സോസ് കുറച്ച് ഒരടപ്പ് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള എഗ്ഗും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മഷ്റൂം ഫ്രൈ, അതുപോലെ തന്നെ സോസേജും നഗറ്റ്സും ഫ്രൈ ചെയ്തത്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒരു അടിപൊളി ചൈനീസ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഒരു ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷനിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൈനീസ് നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റിലുള്ള നൂഡിൽ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയാം. ഫുഡ് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.